വിലയിടിവിന് പിന്നാലെ രോഗബാധയും കൊക്കോ കർഷകരെ തളർത്തുന്നു. പനിപ്പും അഴുകലും മൂലം ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഉണ്ടാകുന്ന കായ്കൾ ഉൾപ്പെടെ അഴുകി നശിക്കുകയാണ്. തുടർച്ചയായുണ്ടായ മഴയാണ് കർഷകർക്ക് തിരിച്ചടിയായത്. തുടർച്ചയായി മഴ പെയ്ത് കൊക്കോ കായ്കൾ പനി ബാധിച്ച് കായ്കൾ നശിക്കുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. മെയ് മാസത്തിനു മുമ്പ് തന്നെ കർഷകർ ഫംഗസ് ബാധയ്ക്കെതിരെ ബോഡോ മിശ്രിതവും COCയും തളിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ അതും ഫലിക്കുന്നില്ല. 350 രൂപയോളം വിലയുണ്ടായിരുന്ന ഉണക്ക കൊക്കോ പരിപ്പിന് ഇപ്പോൾ 280 രൂപയിൽ താഴെയാണ് വില. 70 രൂപയോളം വിലയുണ്ടായിരുന്ന പച്ച കൊക്കോ ആരും എടുക്കാറുമില്ല. കൊക്കോയ്ക്ക് കുറഞ്ഞ വില നൽകിയാണ് കമ്പനികൾ വാങ്ങുന്നതെങ്കിലും വിപണിയിൽ കൊക്കോ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വിലയുണ്ട്. കാഡ്ബറീസ്, കാംഗോ തുടങ്ങിയ ഏജൻസികൾ സംഭരണത്തിൽ നിന്ന് പിന്നോട്ടു പോയതാണ് അത്രേ വിലയിടിവിന്റെ പ്രധാന കാരണം. വിലയിടിവും രോഗബാധയും അണ്ണാൻ പോലുള്ള ജീവികളുടെ ആക്രമണവും നിമിത്തം കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. ഈ വർഷം വില കുറവെങ്കിലും ന്യായ വിളവ് ലഭിച്ചിരുന്നു. മെയ് മാസത്തിൽ ഉണ്ടായ കനത്ത മഴയിലാണ് കൊക്കോ കായ്കൾക്ക് രോഗം ബാധിച്ചത്. ഇത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ കായ്കൾ പോലും രോഗം ബാധിച്ച് നശിക്കുകയാണ്. രോഗം ബാധിക്കാതെ ലഭിക്കുന്നത് വളരെ കുറച്ച് കായ്കൾ മാത്രമാണ്. രോഗബാധയെ പ്രതിരോധിച്ച് വിളയുന്ന കായ്കൾ അണ്ണാനും മറ്റു ജീവികളും കൊണ്ടുപോവുകയും ചെയ്യും. കാലാവസ്ഥയ്ക്ക് വ്യതിയാനം മാറ്റം വരികയും ഒരാഴ്ചക്കാലം നിന്ന് മഴ പെയ്യായിരുന്നു. തിമിർത്ത് പെയ്യുക എന്ന് പറഞ്ഞാൽ തിമിർത്ത് പെയ്യായിരുന്നു. മഴ അതികഠിനമായി. അപ്പം മറ്റുള്ള കൃഷികൾ, ഏലകൃഷിയും ജാതി, കൊക്കോ എന്നിവയ്ക്കൊക്കെ ഭയങ്കര ദോഷമായിട്ട് ബാധിക്കും. ഇപ്പം കൊക്കോയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കരിക്കുകളാണ്. ഒരു കറുവൽ ബാധിച്ച് മൊത്തം അഴുകിപ്പോകുന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ അതിൻ്റെ ചെറുപിഞ്ച് വരെ അത് മുഴുവൻ കംപ്ലീറ്റ് കറുത്ത് മുഴുവനും അത് പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയാണ്. അത് കർഷകർ വല്ലാതെ പ്രതിസന്ധിയൊക്കെയാണ്. അതിന് വളരെ ചെലവ് കുറഞ്ഞ കൃഷിയാണ് കൊക്കോ കൃഷി. മറ്റു കൃഷികളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ഉൽപാദന ചെലവ് മതിയാകുമെന്നതിനാൽ കർഷകർ കൊക്കോ കൃഷിയെ കൂടുതൽ സ്നേഹിക്കുന്നു. ഭൂരിഭാഗം സ്ഥലത്തും ഇടവിളയായിട്ടാണ് കൃഷി ചെയ്യുന്നതെങ്കിലും ചിലയിടങ്ങളിൽ തോട്ടമായി കൃഷി നടത്തുന്നുണ്ട്. മഴക്കാലത്ത് കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ഈ വർഷം കൊക്കോയിൽ നിന്ന് വരുമാനം ലഭിക്കാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കർഷകർ. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.